ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെംജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തലപതി വിജയ് വെങ്കട് പ്രഭു ചിത്രമായിട്ടുള്ള ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി 5 മണിക്കാക്കിയിട്ടുണ്ട് ഇതിന്റെ നമ്മളെടുത്തുള്ള ടിക്കറ്റിന്റെ ഫാൻ ഷോന്റെ ടൈം. അത് 4 മണിക്കാണ് കേരളത്തിൽ വരുന്നത്. 4 മണിക്കായി കിട്ടിയാൽ മതിയായിരുന്നു ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത്രയും നേരത്തെ കാണാലോ. സോ എന്തായാലും 5 മണിക്ക് നമുക്ക് ഇവിടെ തുടങ്ങും. നല്ല ആവില്ല, നമുക്ക് വേണ്ട അറിയാം. എന്തായാലും ഈ സിനിമയുടെ അപ്ഡേറ്റുകളാണ് എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പുതിയ അപ്ഡേറ്റിൽ എന്തെങ്കിലും വന്നോ, ഈ എന്താ പറയാ ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? എനിക്കാണ് കുറെ ആളുകൾ FTFS ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിന്റെ ഒരു കൺഫ്യൂഷൻ കുറെ സ്ഥലങ്ങളുണ്ട്. എവിടേക്കാണ് 4 മണിക്ക് ഓടുന്നത് എനിക്ക് അറിയില്ല. എന്നാൽ 4 മണിക്ക് എന്തായാലും കേരളത്തിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. 9 മണിക്കാണ് തമിഴ്നാട്ടില് ആദ്യ ഷോ. അപ്പോൾ ടൈമിന്റെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതൊരോ ജില്ലകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും വെങ്കട് പ്രഭുവിന്റെ ഇന്റർവ്യൂസ്, അത് പ്രസ് മീറ്റിൽ കുറച്ച് തഗ്ഗൊക്കെ അടിച്ചിട്ട് പുള്ളിക്കാരൻ ഭയങ്കര സംഭവമായിരുന്നു. അതല്ലാതെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇവിടെ സിനി ഉലകം എന്ന് പറഞ്ഞ ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ റിയാക്ഷൻ ചെയ്യാൻ കുറെ ആളുകൾ പറഞ്ഞിരുന്നു. അത്യാവശ്യം വലിയ ഇന്റർവ്യൂ ആണ്. 30 മിനിറ്റിൽ മുകളിലുള്ള ഫസ്റ്റ് പാർട്ട് തന്നെ അത്രയുണ്ട്. സെക്കൻഡ് പാർട്ട് അവര് ഇന്നലെ എന്തായാലും പുറത്തു വിട്ടിട്ടില്ല. സെക്കൻഡ് പാർട്ട് ഇനി വരാനുണ്ട്. അപ്പൊ ഏകദേശം 1 മണിക്കൂറിനടുത്തുള്ള വലിയ ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 4 ചെറിയ കട്ട്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമുക്ക്, അതായത് ഇതിൽ നമുക്ക് ആവേശഭരിതമാകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ அது മാത്രമേ നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ വീഡിയോ കണ്ടുവരാം, എന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. സോ റെഡി. பக்கா அவங்க ஃபேமிலி எல்லாருக்குமே பிடிக்கிற மாதிரி ஒரு 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 படமா இருக்கும். யங் கேரக்டர் ஒன்று படத்துல இருக்கு. அந்த கேரக்டரோட குசும்பு தான் எக்ஸ்ட்ராடினரியா இருக்கும் படத்துல. வேற லெவல்ல தியேட்டர்ல வந்து என்ஜாய் பண்ணுவாங்கன்னு நினைக்கிறேன். அது ഇത് രണ്ടാമത്തെ, അതായത് സെക്കൻഡ് പാർട്ടിലേക്കുള്ള കണ്ടിന്യൂഷൻ വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതായത് ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം ഒക്കെ പക്ക കൊമേഴ്ഷ്യൽ ആയിരിക്കും എന്നുള്ളത്. കാരണം പല ആളുകളും ചോദിക്കുന്നത് എന്തായിരിക്കും, ഏത് രീതിയിലാണ് ചെയ്യുന്നത്, ഇതിൽ കുറെ ഡാൻസ് ഉണ്ട്, ഡാൻസ് കാണുന്നുണ്ട്, കോമഡി കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ക കൊമേഴ്ഷ്യൽ ആണ്. ഇതിൽ 2-3 തവണ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പക്ക കൊമേഴ്ഷ്യൽ പടം. അത് റിവ്യൂസിനോടും അതുപോലെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന മറ്റാളുകളോടും പ്രേക്ഷകരോടും ഒക്കെ പറയാനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് റിവ്യൂസ് എന്നൊക്കെ. പക്ക കൊമേഴ്ഷ്യൽ ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ ഇത്രയും 100% കൊമേഴ്ഷ്യൽ പടം ചെയ്യുന്ന ആദ്യമാണെന്നാണ് പുള്ളിക്കാരൻ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് അത് കൂടാതെ ഈ യങ് ആയിട്ടുള്ള വിജയ് ഉണ്ടല്ലോ, ഏറ്റവും ചെറുതല്ല, അതിന്റെ രണ്ടാമത്തെ ഒരു മീഡിയം ഒരു വിജയ് ഉണ്ടല്ലോ, ആ വിജയുടെ കുറുമ്പ്, ആ ഒരു സ്വഭാവമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നത്. മിക്കവാറും എല്ലാവരും കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും. കാണാൻ നല്ല രസമാണല്ലോ അങ്ങനെയുള്ള സംഭവങ്ങൾ. എന്തായാലും அதான ஒரு சாதனம். அடுத்த வீடியோ നോക്കാം. கண்டிப்பா உங்களுக்கு அது 3 ஹவர்ஸ்னா கண்டிப்பா எல்லாருக்கும் ஒரு சின்ன ஒரு பயம் இருக்கும். லேகா இருக்க போது, ரொம்ப ஸ்லோவா போக போகுது அப்படிங்கிற மாதிரி ஒரு இருக்கும். எங்களோட நம்பிக்கை இருக்காதுங்கிறது. நீங்க போன் கூட நீங்க யாரும் பார்க்க கூடாதுங்கிற ஒரு தாட் ப்ராசஸ்ல தான் பண்ணிருக்கோம் படத்தை. நடுவில் அந்த போன் எங்கேயாவது எடுத்து ஏதாவது மெசேஜ் பண்றது கூட இருக்கக்கூடாது. அந்த அந்த டைம் கூட கொடுக்கூடாது. அதுல ஏதோ ஒன்று மிஸ் பண்ணிருந்தோம் அவங்க அப்படிங்கிற மாதிரியான ஒரு ஸ்கிரீன் பிளேல தான் இருக்கும் படம். ஒரு பெர்ஃபார்மன்ஸ் ஓரியன்டா, ஒரு எனக்கு தெரிஞ்ச ரைட்டிங்காவும் கொஞ்சம் மெச்சூர்டா கொஞ்சம் எழுதியிருக்கேன்னு நினைக்கிறேன் அந்த படத்துல. ஒரு கொஞ்சம் ஒரு ஒரு ப்ராப்ளி ஒரு டிஃப்ரெண்ட் வெங்கட் பிரபு பார்க்கலாம் நீங்க ரைட்டிங்ல. അതായത് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 3 മണിക്കൂർ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അയ്യോ ഇത്രയും സമയം ലാഗ് വരാൻ സാധ്യതയില്ലേ, അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കൂടുതൽ. വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ് 3 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ പോലും അയ്യോ പടം കഴിഞ്ഞു പോയല്ലോ ഇനിയും വേണമെന്ന് തോന്നുക. അത് വളരെ റെയർ ആയിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ സിനിമ 3 മണിക്കൂർ പറഞ്ഞപ്പോൾ ഓൾറെഡി കുറെ ആളുകൾ ഈ അപ്ഡേറ്റിനൊക്കെ താഴെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ 3 മണിക്കൂർ ലാഗ് ആകാൻ പോവാണ്, പടം പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് ഇടയിൽ ഒരു മൊബൈൽ പോലും എടുത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അപ്പൊ എന്തോ നമ്മൾ മിസ് ചെയ്യണം. അപ്പൊ ജസ്റ്റ് മൊബൈൽ എടുത്ത് ജസ്റ്റ് ഒന്ന് മാറിയാൽ പോലും എന്തോ മിസ് ചെയ്തെന്ന് തോന്നും. സോ അത്രയും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അത്രയും കണക്റ്റഡ് ആയി ഓരോ സീനിനും ഓരോ ഷോട്ടിനും പ്രത്യേകത കൊടുത്തിട്ടായിരിക്കും ഒരു പക്ഷെ ഇവരുടെ മൈൻഡിൽ അങ്ങനെ അവർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. റൈറ്റിംഗിലാണെങ്കിലും ഒരു പുതിയ എഴുത്തുകാരൻ അല്ലെങ്കിൽ പുതിയൊരു വെങ്കട് പ്രഭുവിനെ കാണാൻ സാധിക്കും എന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞാൽ കണ്ടറിയാം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ടൈം തന്നെയാണ്. ആ 3 മണിക്കൂർ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ അവർക്ക് കഴിയണം. എവിടെയെങ്കിലൊക്കെ ചെറിയതായിട്ടൊരു ഇത് വന്നാൽ പോലും വിജയ് പടമാണ് ആളുകൾ നെഗറ്റീവ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആക്കുന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ലിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ കേട്ടെ. അടുത്ത് ஃபர்ஸ்ட் டைம் சொல்லும்போது ஒரு இன்டர்வல் பிளாக்கோட ஒன்று சொல்லியிருந்தேன். அப்புறமா அந்த இன்டர்வல் பிளாக் வேற மாதிரி ஒரு அதுல இருந்து இன்னும் பல மடங்கு ஜாஸ்தியாச்சு.
சரி, அதுக்கப்புறமா நான் செகண்ட் டைம் போகும்போது அவருக்கு இன்டர்வியூ ஆரம்பிச்சேன். இந்த மாதிரி ஒரு இன்டர்வியூ சொல்லி இன்டர்வியூ மாறிட்டேன். இந்த சீன் ஞாபகம் இருக்கா, இந்த சீன்ல இருந்து இப்படி ஆரம்பிக்கும் சொல்லி இன்டர்வியூ சொல்லி முடிச்சு, அப்பா சூப்பரா எக்ஸ்ட்ரா இப்போ சொல்லிட்டு போனேன். அந்த மாதிரி அவ்வளவு டென்ஷன், அவ்வளவு டென்ஸ்டா இருக்கும். அந்த மாதிரி ஒரு விஷயம் நடக்கும். അത് ആദ്യം കഥ പറയാം. ഇത് ശരിക്കും ഇതിന് വേറൊരു കാര്യം പറയണ്ടേ, ജസ്റ്റ് ഒന്ന് പറയാം. അതായത് 2 വേർഷൻ ആയിട്ടാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ വേർഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇതിന്റെ തിരക്കഥ അത് കൊണ്ടുപോയി വായിക്കുന്ന സമയത്ത് വിജയനെ പറഞ്ഞല്ലോ ശരിക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നെ മനസ്സിലായില്ലെങ്കിൽ അവർക്ക്, അതായത് ഫാൻസിന് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒട്ടും മനസ്സിലാവില്ല. അതുകൊണ്ട് ഒന്ന് കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം എടുത്ത് രണ്ടാമത് ഒരു സംഭവം എഴുതി. രണ്ടാമത് എഴുതിയത് കുറച്ച് കോംപ്ലിക്കേഷൻസ്, കുറച്ചതും വെറുതെ കുറെ സീന് വെറുതെ വെട്ടിച്ചുരുക്കി അങ്ങനെ എഴുതിക്കല്ല. മൊത്തത്തിൽ ഈ ടീമായിട്ടും വിജയായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരുപാട് സമയം എടുത്ത് അതിന് മാക്സിമം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചത്. അതായത് അതിന്റെ മറ്റ് കണ്ടന്റ് ഒന്നും മിസ്സാവാതെ, അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടല്ലോ ഒന്നും മിസ്സാവാതെ അതെങ്ങനെ ചുരുക്കാൻ പറ്റും നോക്കി അതിന്റെ സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ ഒരു വേർഷൻ, അങ്ങനെ 2 വേർഷൻ എഴുതി. ആ രണ്ടാമത്തെ വേർഷനാണ്, ആ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വേർഷനാണ് ഇപ്പൊ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ആദ്യം പറഞ്ഞപ്പോ ഒരു ഇന്റർവെൽ ബ്ലോക്ക് പറഞ്ഞിരുന്നു. അതിന് ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം കഥ ഇങ്ങനെ എഴുതി വന്നപ്പോ ഇന്റർവെൽ ബ്ലോക്ക് ചെറുതായിട്ട് മാറ്റി. അത് പണ്ട് എഴുതിയ ഒരു സീൻ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ സീനുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു ഇന്റർവെൽ ബ്ലോക്ക് കൊടുത്തു. അത് വായിച്ചപ്പോ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സംഭവം ഞാൻ പറയാം, ഇത് എടുത്തു പറയാൻ കാരണം 2 വേർഷൻസ് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വേർഷൻ എഴുതിയപ്പോഴാണ് ആദ്യത്തെ ഇന്റർവെൽ ബ്ലോക്ക് മാറ്റിയിട്ട് അതിനേക്കാൾ മികച്ചൊരു ഇന്റർവെൽ ബ്ലോക്കിലേക്ക് വന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഇതിൽ വേറെ ഭാഗത്ത് പറയുന്നുണ്ട്. ഞാനത് വെക്കാത്തതുകൊണ്ടാണ്. എന്തായാലും അടുത്തൊരു ഭാഗം ஃபெஸ்டிவல் முடிஞ்சுதான் சொன்னேன். ஃபெஸ்டிவல் முடிஞ்சுதான் அவர்கிட்ட ஃபர்ஸ்ட் ஹாஃப் சொன்னேன். செகண்ட் ஹாஃப்க்கு எனக்கு டைம் கொடுங்க அப்படின்னு சொல்லிட்டு, ஏன்னா ஃபுல் டீடைலா சொன்னேன். அவர்கிட்ட ஃபர்ஸ்ட் ஐடியா எப்ப சொல்லுமோ அவர் சிரிக்கவே மாட்டாரு, பயங்கரமா கேட்பாங்க, ஃபுல்லா டீடைல்டா கேட்பாங்க, ஃபுல்லா எந்த ரியாக்ஷனுமே இருக்காது. அவர் அவ்வளவு சிரிக்க வச்சாங்க. ஃபர்ஸ்ட் ஹாஃப் கதை சொல்லும் போது அவர் கண்ட்ரோலே பண்ண முடியாது சிரிச்சாரு. பயங்கரமா என்ஜாய் பண்ணாரு கதை, சூப்பர் சிரிச்சுட்டே இருந்தாரு. சோ அதுவே எனக்கு ஒரு பெரிய வெற்றியா இருந்தது. இன்னும் அது வந்து ഹ്യൂമർ വർക്ക് അത് ഇന്നും അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം വിജയ് പൊതുവെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലപ്പോഴും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അത് മുഖത്തിൽ റിയാക്ഷൻ അറിയാൻ കഴിയില്ല എന്നുള്ളത്. അതായത് വിജയ് ഇങ്ങനെ കേട്ടിരിക്കും, ഭയങ്കരമായിട്ട് അതിൽ കേട്ടുകൊണ്ടിരിക്കും, ഭയങ്കര സീരിയസ് ആയിരിക്കും മുഖം, അവിടെ റിയാക്ഷൻസ് അറിയാനേ കഴിയില്ല. കോമഡി പറയുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഭയങ്കര മാസാനം പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ട്വിസ്റ്റ് പറയുമ്പോൾ എന്താണ്, ഇമോഷണൽ പറയുമ്പോൾ ഇതൊന്നും മനസ്സിലല്ല. ഭയങ്കരമായിട്ട് ആ കഥയിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ കേൾക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. പുള്ളിക്കാരനും പറയുന്നുണ്ട് റിയാക്ഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്, പക്ഷെ അങ്ങനത്തെ ഒരാളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം ഒരുപക്ഷെ അത് ആ കോമഡി സീൻസ് വർക്ക്ഔട്ട് ആയതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. കാരണം വിജയ്ക്ക് ഇപ്പൊ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്, എത്ര കോമഡി എലമെന്റ്സ് അദ്ദേഹത്തിന്റെ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും പുതിയൊരു സാധനം പറഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അഫ്കോഴ്സ് അത് ഭയങ്കരം തന്നെയാണ്. പിന്നെ കഥ പറയാനുള്ള കഴിവുള്ള ആൾക്ക് തീർച്ചയായിട്ടും ചിരിപ്പിക്കാൻ പറ്റും. ആൻഡ് മേക്കിങ്ങിൽ വെങ്കട് പ്രഭു എന്തായാലും മോശം ആളൊന്നുമല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാനാടൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ അതിലൊന്നും നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല, വളരെ മികച്ച ഡയറക്ടർ തന്നെയാണ്. അപ്പോ പറഞ്ഞ സാധനം അതുപോലെ സ്ക്രീനിൽ വന്നാൽ നമ്മളെയും എൻജോയ് ചെയ്യിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ്. അതായത് ഒരു ഭാഗം പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷൻ അടിച്ചത് കേട്ടു എന്നാണ് പറയുന്നത്. അതായത് കഥ ആ ഒരു ഭാഗം മുഴുവിപ്പിച്ച് കഴിയുന്നത് വരെ പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും, ആ കഥയിലേക്ക് അത്രയും ഇറങ്ങി ചെന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് സമാധാനമായത്. ഓ ഓക്കെ ഓക്കെ അത് ഇങ്ങനെയല്ലേ എന്ന്. അതായത് ഈ പറഞ്ഞ പോലെ അത്രയും മുഴുകി ആ കഥ കേൾക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോ അങ്ങനെയൊക്കെ, അതും ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാൾ, കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കുന്ന ഒരാളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരാളെ കഥ പറഞ്ഞ് അതിലെ ചില മൊമെന്റ്സ് കൊണ്ട് ഇമോഷണലി ലോക്കാക്കുക എന്ന് പറയുന്നത്, അത് ടെൻഷൻ ആണെങ്കിലും ശരി, ചിരിപ്പിക്കുകയാണെങ്കിലും ശരി, കരയിപ്പിക്കുകയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അത് ആ ഇമോഷൻസ് കൊണ്ട് പുള്ളിക്കാരനെ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രിപ്റ്റിന്, അല്ലെങ്കിൽ നല്ലൊരു പറച്ചിലുകാരനും പറയാട്ടോ, നല്ലൊരു റൈറ്ററിന് മാത്രമല്ല, അത് പറയാനുള്ളൊരു കഴിവും വേണം. അദ്ദേഹത്തിന് ഇത് കഴിയുള്ളൂ. സോ പുള്ളിക്കാരൻ എന്തെങ്കിലും ഇല്ലാത്തത് അറിയില്ലല്ലോ. പുള്ളി പറഞ്ഞ സാധനം അതുപോലെ മേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഡയറക്ടറാണ് എന്നുള്ളതാണ് വെങ്കട് പ്രഭു വരുമ്പോൾ നമ്മുടെ വിശ്വാസം. പ്ലസ് ഈ പക്ക കൊമേഴ്ഷ്യൽ എന്നൊക്കെ പറയുമ്പോഴും മറ്റു തരത്തിലൊരു വെറൈറ്റി സാധനം ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതാണ് ഇതിന്റെ ഒരു വിജയ് ഫാക്ടർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പുതുമ ഇതിലുണ്ടാവും എന്നുള്ള വിശ്വാസം നമുക്ക് വരാനുള്ള കാരണം. പിന്നെ ഇതിൽ 3 വിജയ് വരുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് വിജയിന്റെ പറ്റ തന്നെ ഇതാണ്,
എല്ലാ സിനിമയിലും 2 വിജയ് 3 വിജയ് എല്ലാം മൂപ്പരനെ ചെയ്യാറ്. പക്ഷെ ഇവിടെ അത് വരാൻ എന്തോ ഒരു കാരണമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ മറ്റു സിനിമയിൽ വരുന്ന പോലെ വെറുതെ ഓക്കെ ഒരു ഡബിൾ റോൾ കിടക്കട്ടെ അല്ലെങ്കിൽ 3 റോൾ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതല്ല. അതിന് മറ്റെന്തോ, കാരണം ഇത് സൈഫൈ ആയതുകൊണ്ടേ സയൻസ് ഫിക്ഷൻ ആണ്. അപ്പൊ ഒരു സയൻസും ഫിക്ഷനും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു സാധനം ആകുമ്പോൾ അവിടെ ഈ ടൈം ട്രാവലർ ആയിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് എങ്ങനെ ആവണമെന്നില്ല, മേ ബി ഇത് ടൈം ട്രാവലർ ആണെങ്കിൽ, ടൈം ട്രാവലർ ആണെന്നാണ് പറയുന്നത്, പക്ഷെ ഒഫീഷ്യലി അതിന്റെ ഒരു കൺഫർമേഷൻ വരാത്തോണ്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ ടൈം ട്രാവലർ ആണെങ്കിൽ പഴയ വിജയിലേക്ക് പോകണം, മനസ്സിലായില്ലേ? ഇപ്പത്തെ വിജയ് പഴയ വിജയിലേക്ക് പോകണം. അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ആ വിജയിന്റെ ചെറുപ്പം കാണിക്കേണ്ടതായിട്ട് വരും, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള വിജയ് എന്നുള്ള രീതിയിൽ. അവിടെ വേറൊരാളെ കൊണ്ടുവന്ന് വെക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും ബെറ്റർ അയാളെ തന്നെ ഇങ്ങനെ ഡി ഏജിങ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നതല്ലേ. അപ്പൊ ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മളെ ഡിസ്റ്റിൽഡ് എഗ് ആ സിനിമയെ കുറിച്ചും അതുപോലെ ജെമിനി മാനിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജെമിനി മാനെ കുറിച്ച് കറക്റ്റ് പറയുന്നത് ജെമിനി മാനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവം അല്ല ഇത്. ജെമിനി മാനിൽ നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഡി ഏജിങ് ചെയ്യാം എന്നുള്ള ആ ഒരു ഐഡിയ, അത് അദ്ദേഹത്തിന് തന്നെ വിജയനെ തന്നെ ഡി ഏജിങ് ചെയ്ത് നമുക്ക് എടുക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളത് ജെമിനി മാനിൽ നിന്നും. പിന്നെ ഡിസ്റ്റിൽഡ് എഗിനെ കുറിച്ച് എന്തൊക്കെയോ പുറകെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 2 സിനിമകളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അല്ലാതെ ജെമിനി മാന്റെ നേരെ റീമേക്ക് അല്ല എന്നുള്ളതാണ്. ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളോ മൊമെന്റ്സോ ഒരു പക്ഷേ ഉണ്ടായേക്കാം. മൊമെന്റ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരൻ പറയുന്ന ഈ ഡി ഏജിങ് എന്നുള്ള ഒരു പ്രോസസ് അതിൽ നിന്ന് കിട്ടിയ ഐഡിയ ആണ് എന്നുള്ളതാണ്. പിന്നെ ഭയങ്കര ചെലവ് വരുന്നതുകൊണ്ട് ഇതിന്റെ VFX മാനേജറുമായിട്ട് സംസാരിച്ച് മറ്റൊരു ഐഡിയ അവർ ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്ത് ബിഗിലിന്റെ റോ ഫുട്ടേജ്, അത് AGS എന്റർടൈൻമെന്റ് തന്നെ ആയതുകൊണ്ട്, സോറി ബീസ്റ്റിന്റെ കേട്ടോ, ബിഗിലാണ് ബീസ്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഇതിലേതോ ഒന്ന് AGS ബിഗിലാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിന്റെ റോ ഫുട്ടേജ് ഉണ്ടായിരുന്നു. ആ റോ ഫുട്ടേജ് വെച്ച് അതിനെ ഡി ഏജിങ്, അതിലുള്ള വിജയനെ ഡി ഏജിങ് ചെയ്ത് നോക്കി. അത് മൊബൈലിൽ ഓക്കെയാണ്, അപ്പൊ വലിയ സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കി. വലിയ സ്ക്രീനിൽ ഓക്കെയാണ് മനസ്സിലായി. ചില സ്ഥലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് മനസ്സിലായി. മറ്റൊരു VFX കമ്പനിയായിട്ട് ഇവര് കണക്ഷൻ ഉണ്ടാക്കി, അവരോട് സംസാരിച്ച് അവര് വിജയിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സിമെട്രി കിട്ടാൻ വേണ്ടിയിട്ട് വിജയനോട് ഫുൾ ഷേവ് ചെയ്യാൻ പറഞ്ഞു. ഫുൾ ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ വിജയ് ഫുൾ ഷേവ് ചെയ്ത് വന്ന് ആ ഒരു സിമെട്രി കറക്റ്റ് ആക്കി അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. പ്ലസ് വിജയ് പറഞ്ഞല്ലോ, ഒരു അദ്ദേഹത്തിന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഫുൾ ഷേവ് ചെയ്യേണ്ടതെന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞു എന്നാണ്, വെങ്കട് പ്രഭുവിനോട് പുള്ളിക്കാരൻ പറഞ്ഞു എന്ന് വരെ പുള്ളി പറയുന്നുണ്ട്. വേണ്ടവർക്ക് ഇതിന്റെ ഈ സിനി ഉലകം എന്ന് പറഞ്ഞ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റർവ്യൂ കിട്ടും. ഒന്നും വേണ്ട, യൂട്യൂബിൽ വെങ്കട് പ്രഭു ഇന്റർവ്യൂ അടിച്ചാൽ തന്നെ മേ ബി ഇതായിരിക്കും വരിക. മറ്റു ഇന്റർവ്യൂസ് ഒന്നും ഞാൻ ഇതിൽ കണ്ടില്ല. അപ്പൊ അതായിരിക്കും സാധ്യത. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വേർഷൻ 30-32 മിനിറ്റോളം ഉള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഭവമായിട്ട് ഞാൻ എടുക്കുന്ന ഒന്ന്, എഴുത്തിൽ പുതിയൊരു വെങ്കട് പ്രഭുവിനെ കാണാം എന്നുള്ള പുള്ളിക്കാരന്റെ കോൺഫിഡൻസ്, അത് എത്രമാത്രം ശരിയായി വരും എന്നുള്ളതും. പിന്നെ ഒട്ടും ലാഗ് ഇല്ലാത്ത രീതിയിൽ മൊബൈൽ പോലും എടുക്കാൻ നിങ്ങൾക്ക് തോന്നാത്ത രീതിയിൽ എൻഗേജ് ചെയ്ത് പ്രേക്ഷകനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതും, പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണെന്നുള്ളതും. ഈ 3 എലമെന്റും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിലും വലിയൊരു ട്രീറ്റ് സത്യത്തിൽ സിനിമയിൽ ഒരു നമുക്ക് കിട്ടാനുണ്ടോ? വിഷ്വലി വരണം, വിഷ്വലാണ് പിന്നെ ഉള്ളത്. കങ്കുവ പോലത്തെ സിനിമകൾ അതും കിട്ടും. പക്ഷെ ഇതിൽ അതും കൂടെ എത്രമാത്രം വരും നമുക്ക് നോക്കാം. അപ്പൊ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് പറഞ്ഞത് വെച്ച് കേട്ടു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ അതുപോലെ സംഭവിക്കട്ടെ. 5 മണിക്കുള്ള ആദ്യത്തെ ഷോ 4 മണിക്കായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും കാണാം. കാണുന്നവരെ